ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ കപ്പയും ബീഫുമാണ്. അപ്പോൾ അതാണ്ട് രാവിലെ ബീഫൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു 12 മണിയായി, 11 മണിയായപ്പോഴാണ് ബീഫ് മേടിക്കാൻ പോയത്. 12 മണിയായപ്പോഴത്തേക്ക് നമ്മൾ വെക്കാനൊക്കെ തുടങ്ങി. പിന്നെ ഇന്ന് നമ്മുടെ വീഡിയോ കൂടുതലും ഓൺ വോയിസിൽ തന്നെയാണ് പോയേക്കുന്നത്. പിന്നെ വെക്കേഷനാണ്, അപ്പുറം ഇപ്പുറം എല്ലാ വീട്ടിലും കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ കളിക്കുന്ന ബഹളവും കാര്യങ്ങളൊക്കെ നമ്മളെ വീഡിയോയിലുണ്ട്. അപ്പോൾ എനിക്ക് വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പം എനിക്ക് വലിയ കുഴപ്പമില്ലാന്ന് തോന്നി ഓൺ വോയിസിൽ. അപ്പം വേണ്ടുന്ന സ്ഥലങ്ങളിൽ മാത്രം നമ്മൾ വോയിസ് റെക്കോർഡ് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ കൂടുതലും ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഓൺ വോയിസ് നമ്മൾ അപ്പം ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ബഹളവും കാര്യങ്ങളും എന്തൊക്കെയാണോ അതുപോലെ തന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ എഡിറ്റിങ്ങിനും കാര്യങ്ങൾക്കും ഒന്നും നിന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു റെസിപ്പി വീഡിയോ ഒന്നുമല്ല, നമ്മൾ ബീഫൊക്കെ ഉണ്ടാക്കിയപ്പം അന്നേരം ഒരു വീഡിയോ എടുക്കാമെന്ന് തോന്നി, അങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ നമുക്ക് നമ്മളെ കുക്കിങ്ങിലോട്ട് പോവാം. അപ്പോൾ കപ്പ അരിഞ്ഞ് കഴുകി വൃത്തിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മളെ കുക്കറിൽ കിടന്ന് വിസിലടിച്ച് ബീഫ് റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ കപ്പ ദാണ്ട് വേവിക്കാനായിട്ട് ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ കപ്പയും കൂടെ അടപ്പേ വെച്ചതിന് ശേഷം നമ്മൾ വെളിയിലൊരു അടുപ്പ് കൂട്ടി. കാരണം ഗ്യാസ് എപ്പോൾ വേണമെങ്കിലും തീരാം. ബുക്ക് ചെയ്തിട്ടുണ്ട്, ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ അവിടെ കിടന്ന് കുറച്ച് വിറവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് വെച്ചിട്ട് തട്ടിക്കൂട്ടൊരു അടുപ്പൊക്കെ കൂട്ടിയിട്ട് വെളിയിലിട്ടിട്ടാണ് നമ്മൾ ബീഫ് റെഡിയാക്കിയത്.
അങ്ങനെ കൊച്ചുള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് വാടി വന്നപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും നമ്മൾ ബീഫിന് ഇട്ടിട്ടുണ്ട്. എങ്കിലും കുറച്ചുകൂടെ അരപ്പിന് വേണ്ടുന്ന കാര്യങ്ങൾ പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ട് ഒന്ന് വഴറ്റിയെടുത്ത് അങ്ങനെ പൊടിയെല്ലാം ഒന്ന് മൂത്തപ്പോഴത്തേക്ക് നമ്മൾ കുക്കറിലിരുന്ന ബീഫ് റെഡിയായിരുന്ന ബീഫ് നമ്മൾ ചട്ടിയിലോട്ട് തട്ടിയിട്ടുണ്ട്. ഇനി ഈ വെള്ളമെല്ലാം അടുപ്പിൽ കിടന്ന് തന്നെ വറ്റി വറ്റി വരണം. ഈ സമയമെല്ലാം മണി ഇങ്ങനെ നോക്കിയിരിപ്പുണ്ട്. അങ്ങനെ അതാണ്ട് നമ്മുടെ കപ്പയും ബീഫും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഒരു ഇലയിലൊക്കെ വെട്ടി വിളമ്പാന്ന് കരുതി. അങ്ങനെ അതാണ്ട് നമ്മളെ കപ്പയൊക്കെ നല്ലോണം വേവുന്ന കപ്പയായിരുന്നു. അപ്പോൾ അതാണ്ട് കപ്പ നല്ല പഞ്ഞി പോലെ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കപ്പ അതാണ്ട് വിളമ്പിയിട്ടുണ്ട്. പിന്നീട് അതിലേക്ക് നമ്മളെ ബീഫ്, അപ്പോഴത്തേക്ക് ബീഫ് ഒന്ന് തണുവായിട്ടുണ്ടായിരുന്നു. ചൂടുണ്ട്, പക്ഷേ ആവി പറക്കുന്നതൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളൊരു 3 മണി ആവാറായപ്പോഴാണ്, 2:45 3 മണി ആവാറായപ്പോഴാണ് കഴിക്കാനായിട്ടിരുന്നത്. അങ്ങനെ ഇല കുറച്ചും കൂടെ അതിലിരിക്കട്ടെ എന്ന് കരുതി. പിന്നെ വെള്ളമൊക്കെ വെയിലത്ത് നിന്ന് ചെയ്തതുകൊണ്ട് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെയൊക്കെ നിന്ന് അങ്ങനെ അതാണ്ട് നമ്മളെ ബീഫും കപ്പയൊക്കെ കഴിച്ച് സൂപ്പറായിരുന്നു. പക്ഷേ ഒരു കാര്യം പറ്റിപ്പോയി, നമ്മളെ മണി അപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് പോയായിരുന്നു. പിന്നെ ഒത്തിരി കിടന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് ഉണ്ണാനേരം വിളിച്ചു, ഉച്ചയ്ക്കല്ല വൈകുന്നേരം ഉണ്ണാനേരം വിളിച്ചപ്പോഴൊന്നും മണിയെ കണ്ടില്ല. പിന്നെ അവൾ വരുന്നതെന്ന് വെച്ചാൽ രാത്രി എന്ന് വെച്ചാൽ വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷമാണ് അവൾ വരുന്നത്. അപ്പം അവളെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ പിന്നെ അവൾക്ക് വേണ്ടി ഇലയൊക്കെ ഞാൻ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ വന്നപ്പോഴത്തേക്ക് ഇലയിൽ ബീഫും ചോറും ഒക്കെ ഇട്ട് പുരട്ടി വെച്ച് കൊടുത്ത് പിന്നെ ഒന്ന് തടവിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ആൾ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അതാണ്ട് ഒന്ന് തടവിയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവളും സന്തോഷത്തോടെ വന്ന് കഴിച്ച് എടുത്തിട്ടൊക്കെ പോയി. അപ്പോൾ മറക്കണ്ട, നമ്മളെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ തൻ്റെ മണി ഉഷാറായിട്ട് വന്ന് കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. എന്തോ എടുക്കണമെന്ന് തോന്നിയപ്പോൾ കുറേ നാളായി
ആയി നമ്മളിപ്പം ലോങ് വീഡിയോ ഇട്ടിട്ട് അങ്ങനെ എടുക്കണമെന്ന് തോന്നിയോണ്ട് എടുത്തതാണ്. അപ്പം നല്ല വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.